എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ രാത്രിയിലേക്കൊക്കെ ആണെങ്കിലും ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗാർലിക് പാൽ പൊറോട്ടയാണ്. സാധാരണ നമ്മൾ പൊറോട്ട ഉണ്ടാക്കുന്ന പോലെ മാവ് കുഴച്ച് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. വളരെ എളുപ്പത്തിൽ ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. കറിയൊന്നും ഇല്ലെങ്കിൽ പോലും വെറുതെ കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് നോക്കാം. കൂടാതെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഒരു ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂടെ മറക്കരുത്. ഈ ഒരു ഗാർലിക് പാൽ പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഒരു 3 കപ്പ് അളവിൽ മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. 250 ml ഈ ഒരു കപ്പിൽ 3 കപ്പ് അളവിൽ മൈദ എടുത്തിട്ടുണ്ട്. അളവപ്പില്ലെങ്കിൽ സാധാ വലിപ്പമുള്ളൊരു ഗ്ലാസ്സിൽ നമ്മൾ ഒരു 3 ഗ്ലാസ് മൈദ അളന്നിട്ട് എടുത്താൽ മതി. ഈ ഒരു പൊടിയിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1.5 ടീസ്പൂൺ അളവിൽ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഒരു കോഴിമുട്ട ഇതുപോലെ പൊട്ടിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിതെല്ലാം കൂടി ചേർത്ത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇതിന് ചെറിയൊരു യെല്ലോ കളർ വേണമെങ്കിൽ മാത്രം ഒരു 2 നുള്ള മഞ്ഞൾപ്പൊടി നമുക്ക് ഇതുപോലെ ചേർത്തൊന്ന് മിക്സ് ചെയ്യാവുന്നതാണ്. അത് വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഒരു മുട്ടയും നെയ്യും എല്ലാം ചേർത്ത് നല്ല പോലെ തന്നെ നമ്മൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഈ ഒരു മാവ് കുഴച്ചിട്ടെടുക്കേണ്ടത് ഇളം ചൂടുള്ള പാലിലാണ്. പാൽ ഉപയോഗിക്കാത്തവരാണെങ്കിൽ ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി. പക്ഷേ പാലിൽ തന്നെ നമ്മളിത് ചെയ്യുമ്പോഴാണ് കേട്ടോ ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ ഇളം ചൂടുള്ള പാൽ ആവശ്യത്തിന് ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ചപ്പാത്തിയൊക്കെ കുഴക്കുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടി നല്ല മയത്തിലൊന്ന് കുഴച്ചിട്ടെടുക്കുക. ഇതുപോലെ നമ്മൾ കുഴച്ചതിന് ശേഷം കുറച്ചും കൂടി മാവ് ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് വീണ്ടും ഒന്ന് കുഴച്ചിട്ടെടുക്കുകയാണ്. മാവ് നമ്മൾ നല്ല സോഫ്റ്റാക്കി കുഴച്ചെടുത്താൽ മാത്രമേ നമ്മളിത് കുക്ക് ചെയ്ത് കഴിക്കുന്ന ഒരു സമയത്ത് നല്ല സോഫ്റ്റായിട്ട് തന്നെ അതിരിക്കത്തുള്ളൂ. അപ്പോൾ ഈ ഒരു മാവ് ഇപ്പോൾ കണ്ടില്ല, നല്ല സോഫ്റ്റാക്കി ഞാനൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ മാവ് നല്ല സോഫ്റ്റ് ആയിരിക്കണം, എങ്കിലും നമ്മളിത് കഴിക്കുന്ന സമയത്തും ആ ഒരു നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഒരു 10-15 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഒരുപാട് സമയമൊന്നും വെക്കണ്ട, ഒരു 10-15 മിനിറ്റ് നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി. ആ ഒരു സമയം കൊണ്ട് കുറച്ചും കൂടി ആ ഒരു മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇതൊരു 15 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ ഒരു മാവ് ഇതുപോലെ ഒന്ന് കുഴച്ച് വെച്ചിട്ട്. ഇനി ഈ മാവിൽ നിന്ന് ഏകദേശം ഒരേ വലിപ്പത്തിൽ തന്നെ നമുക്കൊരു 8 ബോൾസാക്കി മാവൊന്ന് ഉരുട്ടിയിട്ടെടുക്കാം. മാവ് നമ്മൾ ഓരോ ബോൾസാക്കി എടുക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ പൊറോട്ടയ്ക്കൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഉള്ളിലേക്ക് ഇതുപോലെ മാവാക്കി കൊടുത്ത് നല്ല സോഫ്റ്റാക്കി തന്നെ ഇതുപോലെ ഒന്ന് ബോൾസാക്കി ഇട്ടെടുക്കുക. അപ്പോൾ ആ ഒരു മാവെല്ലാം തന്നെ ഏകദേശം ഒരേ വലിപ്പത്തിൽ ഒരു 8 ബോൾസാക്കി ഞാനൊന്ന് ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ അളവിൽ അൺസാൾട്ടഡ് ബട്ടർ ഇതുപോലെ ചേർത്ത് കൊടുക്കാം. ബട്ടർ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ടെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കരുത്. ബട്ടർ നമ്മൾ റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആയതിനു ശേഷം മാത്രം വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1.5 ടീസ്പൂൺ അളവിൽ വെളുത്തുള്ളി ഇതുപോലെ തീരെ പൊടിയായിട്ട് കട്ട് ചെയ്തെടുത്താണ് കേട്ടോ. വലിയ കഷ്ണമായിട്ട് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുകയും ചെയ്യരുത് കേട്ടോ. ഇതുപോലെ തീരെ പൊടിയായിട്ടൊന്നെങ്കിൽ ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ തീരെ പൊടിയായിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ചേർത്ത് കൊടുത്താൽ മതി. ഒരു 2 ടേബിൾ സ്പൂണോളം മല്ലിയില ഇതുപോലെ കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സ് വറ്റൽമുളക് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇത് അൺസാൾട്ടഡ് ബട്ടറാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ നല്ല സോഫ്റ്റാക്കി ഞാൻ എടുത്തിട്ടുണ്ട്. ബട്ടർ നമ്മുടെ ഇല്ലെങ്കിൽ മാത്രം നമുക്കിതിലേക്ക് നെയ്യ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. പക്ഷേ എപ്പോഴും നല്ലത് ബട്ടർ തന്നെ ചേർത്ത് കൊടുക്കണം, എങ്കിലേ നമുക്ക് ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇനി ഒരു കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ ഒരു ചപ്പാത്തി പലകയിലോ കുറച്ച് ഓയിൽ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഓരോ ബോൾസ് ഇതുപോലെ ഒന്ന് പരത്തിയിട്ടെടുക്കാം. ആദ്യമേ തന്നെ നമ്മൾ ഒരുപാട് നൈസായിട്ട് ഇതങ്ങ് പരത്തണ്ട, അത്യാവശ്യം ചെറിയൊരു കട്ടിക്ക് തന്നെ നമ്മൾ ഇതുപോലെ ഒന്ന് പരത്തിയിട്ടെടുത്താൽ മതി. ഇതിപ്പോൾ കണ്ടില്ല, ഈ ഒരു വലിപ്പത്തിന് ഈ ഒരു കട്ടിക്കും ബാക്കിയുള്ള എല്ലാ ബോൾസും നമുക്കൊന്ന് പരത്തിയിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഇതുപോലെ ഒരു 4 ബോൾസ് ഒന്ന് പരത്തിയിട്ടെടുക്കാം. ഈ ഒരു 4 ബോൾസ് നമ്മൾ ഏകദേശം ഒരേ വലിപ്പത്തിൽ തന്നെ വേണം പരത്തിയിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 4 ബോൾസ് ഇതുപോലെ എല്ലാം തന്നെ ഞാനൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ഒരു പരത്തിയ ഒരു മാവിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ഒരു ബട്ടറിൻ്റെ ഒരു ഗാർലിക്കിൻ്റെ ഒക്കെ ഒരു മിക്സിൽ അത് ഇതുപോലെ കുറച്ച് ഇതിലേക്കൊന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരുപാടങ്ങ് ആക്കി കൊടുക്കരുത്, നമ്മളിത് ലാസ്റ്റ് പരത്തിയെടുക്കുന്ന സമയത്ത് പ്രയാസമാവും. ഇതുപോലെ കുറച്ചിട്ട് കൊടുത്തിട്ട് എല്ലാ സൈഡിലും നല്ല പോലെ തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ആദ്യം ഇതുപോലെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം അടുത്ത ലെയർ നമുക്ക് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ കുറച്ച് വെച്ച് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. മൂന്നാമത്തെ ഒരു ലെയറും കൂടി ഞാൻ ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്.
അതിലേക്കും ഇതുപോലെ തന്നെ ഒരു ഗാർലിക്കിൻ്റെ ഒരു മിക്സ് കുറച്ച് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ലാസ്റ്റായിട്ട് ഒരു നാലാമത് നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന ഒരു മാവും കൂടി ഇതിൻ്റെ മുകളിലേക്കൊന്ന് വെച്ച് കൊടുത്ത് ഒട്ടിക്കുകയാണ്. നാലാമത്തെ ഈ ഒരു ലെയർ നമ്മൾ ഇതുപോലെ മുകളിൽ വെച്ച് കൊടുത്തതിന് ശേഷം സൈഡെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഒട്ടിക്കുക. എങ്കിലും നമ്മളിത് പരത്തിയെടുക്കുന്ന സമയത്ത് ലാസ്റ്റ് വെച്ച് കൊടുത്ത ഒരു ലെയർ തെന്നിപ്പോകാതിരിക്കത്തുള്ളൂ. ഇതിൻ്റെ മുകളിലേക്ക് നമ്മളൊരു ബട്ടറിൻ്റെ ഒരു മിക്സ് തേച്ച് കൊടുക്കരുത്. ഇതിന് നമുക്ക് ഇതുപോലെ നല്ല നൈസായിട്ടൊന്ന് പരത്തിയെടുക്കേണ്ടതാണ്. അപ്പോൾ അത്യാവശ്യം നല്ല നൈസായിട്ട് തന്നെ നമ്മൾ ഇതുപോലെ ഒന്ന് പരത്തിയിട്ടെടുക്കുക. ഇതുപോലെ ഒന്ന് പരത്തിയതിന് ശേഷം ഇതുപോലെ മറിച്ചിട്ട് കൊടുത്തിട്ട് വീണ്ടും പരത്തിയിട്ടെടുക്കാം. അല്ലെങ്കിൽ ഒരു അടിയിലത്തെ ലെയർ ഒരുപാടങ്ങ് തെന്നി അങ്ങ് പോവും. ഇതുപോലെ നമ്മളൊന്ന് പരത്തിയതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും നമുക്ക് ഒരു ഗാർലിക്കിൻ്റെ ഒരു ബട്ടറിൻ്റെ ഒരു മിക്സ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു അറ്റത്ത് നിന്ന് ഇതുപോലെ ഒന്ന് മടക്കി കൊണ്ടുവരിക. ഇതുപോലെ നീളത്തിൽ ഞാനൊന്ന് മടക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്ക് ഒരു 4 ബോൾസും കൂടെ ബാക്കി ഇരിപ്പുണ്ട്. അത് നമ്മൾ നേരത്തെ പരത്തിയതുപോലെ തന്നെ ഒന്ന് പരത്തിയിട്ടെടുക്കാം. ആ ഒരു 4 ബോൾസ് നമ്മൾ നേരത്തെ പരത്തിയതുപോലെ തന്നെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഓരോ ലെയറിലേക്കും ഇതുപോലെ ഒരു ഗാർലിക്കിൻ്റെ ഒരു ബട്ടറിൻ്റെ മിക്സ് ഇതുപോലെ കുറച്ചിട്ട് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഒരു ബാക്കിയുള്ള ഒരു 3 ലെയറും കൂടെ നമുക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ലാസ്റ്റ് നാലാമത്തെ ഒരു ലെയർ വെച്ചതിന് ശേഷം വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിലൊന്ന് പരത്തിയിട്ടെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒരു ബട്ടറിൻ്റെ മിക്സ് കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യമേ മടക്കി വെച്ചിരുന്ന ഈ ഒരു മാവില്ലേ, ഈ ഒരു മാവിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ട് അതും കൂടി ചേർത്തിട്ട് വേണം നമ്മളിത് മടക്കിയിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും കൂടി ചേർത്ത് ഞാനൊന്ന് മടക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ചെയ്യുമ്പോൾ ഒരുപാട് ലെയർ ഇതിന് കിട്ടും കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് ഇതുപോലെ ഒന്ന് മടക്കിയതിന് ശേഷം നമുക്കിതിനൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം. ഇതുപോലെ ഞാനിപ്പോൾ ഇത് ഏകദേശം ഒരു 10 എണ്ണമായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തിട്ട് എടുക്കുന്നത്. ഇതിപ്പോൾ കണ്ടതിൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാട് ലെയറുകളുണ്ട്. നമ്മളിതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഏകദേശം ഇതൊരു റൗണ്ട് ഷേപ്പാക്കി കൊണ്ടുവരിക. നമുക്കിനിത് പരത്തിയെടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ കയ്യിൽ കുറച്ച് ഓയിലാക്കിയിട്ട് സാധാരണ നമ്മൾ പൊറോട്ട ഇതുപോലെ കൈ കൊണ്ടൊന്ന് പരത്തുന്ന പോലെ തന്നെ ഒന്ന് പരത്തിയിട്ടെടുക്കുക. സാധാരണ നമ്മളൊരു നോർമൽ പൊറോട്ട ഉണ്ടാക്കുന്ന പോലെ ഒരുപാട് വലുപ്പത്തിൽ ഇതങ്ങ് പരത്തിയിട്ടെടുക്കരുത്. ഇതുപോലെ ചെറിയതായിട്ടൊന്ന് പരത്തിയിട്ടെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാം തന്നെ നമുക്ക് കൈ കൊണ്ടൊന്ന് പരത്തിയിട്ടെടുക്കാം. എല്ലാം തന്നെ ഇതുപോലെ ഞാനൊന്ന് കൈ കൊണ്ട് പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഇനി നമുക്കിതൊന്ന് ചുട്ടിട്ടെടുത്താൽ മാത്രം മതി. അപ്പോൾ പാൻ ഇതുപോലെ അത്യാവശ്യം ചൂടായിട്ട് എടുക്കുകയാണ്. ഇതിലേക്ക് ഞാൻ കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ബട്ടറിന് പകരമായിട്ട് നെയ്യ് വേണമെങ്കിൽ ഉപയോഗിക്കാനാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഇതുപോലെ ഓരോന്ന് ഇട്ട് കൊടുത്തിട്ടൊന്ന് ചുട്ടിട്ടെടുക്കാം. തീ ഒരുപാടങ്ങ് കൂട്ടിയിട്ട് കൊടുക്കരുത്, പെട്ടെന്ന് അതങ്ങ് കരിഞ്ഞു പോകും. തീ കുറച്ച് വെച്ച് കൊടുത്തിട്ട് 2 സൈഡും നമുക്ക് നല്ല പോലെ തന്നെ ഒന്ന് മൊരിയിച്ചിട്ടെടുക്കണം. ഇതുപോലെ ഒരു സൈഡിൽ നിന്ന് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും കുറച്ച് ബട്ടറോ നെയ്യോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എങ്കിൽ ആ ഒരു സൈഡ് നല്ല പോലെ തന്നെ നമുക്കൊന്ന് മൊരിഞ്ഞ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതിൽ കുറച്ച് ബട്ടറോ നെയ്യോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് 2 സൈഡ് നല്ല പോലെ തന്നെ ഒന്ന് മൊരിയിച്ചിട്ടെടുക്കാം കേട്ടോ. ഇതുപോലെ അപ്പോൾ ഇതുപോലെ തിരിച്ച് മറിച്ചിട്ട് കൊടുത്ത് 2 സൈഡ് നല്ലപോലെ മൊരിഞ്ഞ് ഉൾവശമൊക്കെ നല്ല പോലെ തന്നെ നമുക്കൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഒരു 2 സൈഡ് നല്ലപോലെ തന്നെ മൊരിയിച്ചിട്ടെടുത്താൽ ഇത് കഴിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ. സാധാരണ നമ്മൾ പൊറോട്ട ഉണ്ടാക്കുന്ന പോലെ അടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. വേണമെങ്കിൽ അടിച്ചിട്ടും എടുക്കാം കേട്ടോ. അല്ലാതെ തന്നെ ഒരു ലെയർ പെട്ടെന്ന് തന്നെ അതിനകത്ത് നിന്ന് ഇളകി വരും. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം തന്നെ ഒന്ന് ചുട്ടിട്ടെടുക്കാം. ഇത് കഴിക്കാനായിട്ട് കൂടുതൽ ടേസ്റ്റ് ഇതുപോലെ ചൂടോട് കൂടിയിട്ട് തന്നെ ചുട്ടിട്ട് അപ്പോൾ തന്നെ കഴിക്കാനാണ്. ഇഷ്ടമുള്ള കറി കൂട്ടി കഴിക്കുമോ, അല്ലെങ്കിൽ ഇത് വെറുതെ കഴിക്കാനാണെങ്കിലും നല്ലതാണ് കേട്ടോ. കൂടാതെ ചിക്കൻ കറിയുടെയും ബീഫ് കറിയുടെയും വെജിറ്റബിൾ കറിയുടെ കൂടെ എല്ലാം കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് മാവൊന്നും കുഴച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കാതെ തന്നെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഈ ഒരു ഗാർലിക് പാൽ പൊറോട്ട നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു.
അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുകയും ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിലൊക്കെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ പുതിയ റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം.